അന്നേരമാശു ഭരതനും രാമനെ ചെൽമുതൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമമഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം. കൊണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടത് കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം ഭരത്തി കുലതന്തവി. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. മാതാവ് തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധി. ഭ്രാതാവ് തന്നുടെ ബാധാഭുജം ശിരസ്യാദായ ഭക്തി ഗുണ്ഠിതമുറ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉദ്ധാപ്യരാഘവനുത്സംഗമാരോപ്യ ചിത്രമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്തയോക്തം മയാ തത്തഥൈവ ശ്രുതം. ഭരതരാഘവ സംവാദവും പിന്നീട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കുള്ള പ്രവേശവും ഒക്കെ കൊണ്ട് ആരണ്യകാന്ഡം അയോധ്യാകാന്ഡം സമർപ്പിക്കുകയാണ് ചെയ്യുക. അയോധ്യ രാജധാനിയിലെത്തിയ ഭരതരാജകുമാരൻ പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ് വളരെയധികം ദുഃഖിതനായി കൈകേയിയോട് ഒരുപാട് അധിക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞ് പിന്നീട് കൗസല്യാദേവിയുടെ അന്തപുരത്തിലെത്തി മാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് തന്റെ നിരപരാധിത്വമൊക്കെ പറഞ്ഞ് വസിഷ്ഠ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവിന്റെ ദേഹ സംസ്കാരങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അയോധ്യാവാസികൾ ഭരതന് രാജാ അഭിഷേകം നടത്താൻ തീരുമാനിക്കുമ്പോൾ രാജ്യം കൊണ്ട് തനിക്ക് യാതൊരു ഫലവുമില്ല എന്നും ജ്യേഷ്ഠൻ തന്നെയാണ് രാജ്യഭാരത്തിന് അർഹനായിട്ടുള്ളത്, അതുകൊണ്ട് നാളെ തന്നെ വനത്തിലേക്ക് പോവുകയും ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവായിട്ട് അഭിഷേകം നടത്താനുള്ള തീരുമാനമൊക്കെ ഭരതൻ അറിയിച്ചപ്പോൾ അതിനെ എല്ലാവരും ചേർന്ന് പ്രശംസിച്ച് പിറ്റേ ദിവസം രാവിലെ ഭരതരാജകുമാരനും മാതാക്കന്മാരും അന്തപുരവാസികളും ഗുരുക്കന്മാരും ഒക്കെ ചേർന്ന് ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടിയിട്ട് വനത്തിലേക്കുള്ള പുറപ്പാടും വനത്തിലെത്തിയ ഗുഹനെ ആദ്യം കണ്ട് ഗുഹന്റെ കൂടെ വഴികാട്ടിയായി പോയി അങ്ങനെ ശ്രീരാമചന്ദ്രനെ ചെന്ന് കാണുന്ന ഭാഗങ്ങളും ശ്രീരാമചന്ദ്രനെ കണ്ട സമയത്ത് ഭരതൻ ഭഗവാനോട് അച്ഛൻ പറഞ്ഞതായ വാക്യത്തെ മാനിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നുമില്ല, എന്ത് തന്നെയാണെങ്കിലും രാജ്യത്തിന് അവകാശി ജ്യേഷ്ഠൻ തന്നെയാണ്, അതുകൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരണമെന്നും രാജാവായിട്ട് സ്ഥാനമേൽക്കണമെന്നൊക്കെ പറയുന്നതായിരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ പല വാദങ്ങളും പല വാക്കുകളൊക്കെയും പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിക്കുന്നതായിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ആദ്യ ഭാഗത്തൊക്കെയും വരിക. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുന്നു ചൊല്ലിനാൻ. പിത്രാനരക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നതു കാരണം. ചേതസവർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ബോധലെ. ജീവൻ മൃതനവൻ വേണ്ട നരകത്തിൽ വേഗം മരിച്ചാലുമില്ലൊരു സംശയം. ശ്രീരാമദേവൻ തന്റെ അനുജനെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അച്ഛൻ, നിനക്ക് രാജ്യവും അതുപോലെ എനിക്ക് വനവാസവുമാണ് വിധിച്ചിട്ടുള്ളത്. അങ്ങനെ ഉള്ളത് കൊണ്ട് അച്ഛന്റെ ആജ്ഞയെ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പിതാവിന്റെ വാക്യത്തെ ലംഘിച്ചുകൊണ്ട് ഏതൊരു പുത്രനാണോ ജീവിക്കുന്നത്, നീതിഹീനനായിട്ട് വർത്തിക്കുന്നത്, അങ്ങനെയുള്ളതായിരിക്കുന്ന പുത്രനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തില് ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യം തന്നെയാണ്, ജീവന്മൃതനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും നരകം തന്നെയാണ് വിധിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ളതായിരിക്കും പുത്രന്മാർക്ക് എന്നൊക്കെയും പറഞ്ഞു. അപ്പോൾ വസിഷ്ഠ ഗുരു
ഭരതനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. രാമനാകുന്നതു നാരായണൻ വരൻ താമരസോദ്ഭവനർത്തിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. പാതുകം ദേവി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവനാരദം ഭജിച്ചിടുവാൻ. ഏതുവരെയാണോ അങ്ങയുടെ വനത്തിൽ കഴിഞ്ഞിട്ട് രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നത്, ആ കാലം വരെയും അങ്ങയുടെ പാദത്തെ, ആ പാദകം എനിക്ക് തരിക, അതിനെ വച്ച് സിംഹാസനത്തിൽ വെച്ച് പാദബുദ്ധിയ അങ്ങ് തന്നെയാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ അങ്ങയെ പൂജിച്ചു കൊള്ളാം, അങ്ങനെയാണെങ്കിൽ അങ്ങ് എനിക്ക് ആ പാദകങ്ങൾ തരിക എന്ന് ഭരതൻ പറഞ്ഞ സമയത്ത് ശ്രീരാമചന്ദ്രൻ തന്റെ അനുജനായിക്കൊണ്ട് ആ പാദകങ്ങളെ നൽകുകയും ആ പാദകങ്ങള് ഭക്തിയോടുകൂടി തന്റെ ശിരസിൽ അങ്ങനെ ചേർത്തു വെച്ചു. ഉത്തമ രത്നവിഭൂഷിത പാദകമുത്തമേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. ഭക്തി കൊണ്ടും തന്റെ ജ്യേഷ്ഠനെ പിരിയുന്നതായിരിക്കുന്ന അവസ്ഥ ഓർത്തിട്ടും താൻ കാരണമാണല്ലോ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ളതായിരിക്കുന്ന കുറ്റബോധവും എല്ലാം കൊണ്ട് ഭഗവാൻ സാക്ഷാൽ നാരായണനാണ് എന്നറിഞ്ഞപ്പോഴുണ്ടായ ഭക്തിഭാവവും എല്ലാം കൂടി ചേർന്ന് ഭരതന്റെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകി. ഏത് രീതിയിലാണോ ഉദ്ധവര് ഭഗവാനെ പിരിയാൻ വല്ലാതെ ബുദ്ധിമുട്ടി, ഭാഗവതത്തിൽ എത്തുമ്പോഴും നമുക്ക് ഇത് തന്നെ കാണാം. ആ ഒരു പ്രേമഭക്തിയിൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഭഗവാനെ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഭക്തിയുടെ ആ ഒരു പാരമ്യതയിലേക്ക് എത്തും. യഥാർത്ഥത്തില് ഭക്തി നമ്മിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പലതവണ തിരിച്ചു വന്നു, വീണ്ടും പോയി, പിന്നെയും നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു ഒക്കെ അങ്ങനെ ആ ഭക്തൻ ഭഗവാനിൽ നിന്ന് കുറച്ചു സമയത്തേക്കുള്ള ഒരു വേർപാടിനെ അംഗീകരിച്ചുകൊണ്ട് ഭരതൻ അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകാൻ യാത്രയായപ്പോൾ പറഞ്ഞു തന്റെ ജ്യേഷ്ഠനോട്, മന്നത്തപൂർണി പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുവിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. എല്ലാവരും അയോധ്യയിലെത്തി അങ്ങനെ ജീവിച്ചപ്പോഴ ഭരതൻ ഒരു താപസ വേഷം ധരിച്ച് തന്റെ ജ്യേഷ്ഠൻ ഏതൊരു വേഷത്തിലാണോ എങ്ങനെയാണോ വനത്തിൽ കഴിയുന്നത് അതേ ഭാവത്തില് താപസവേഷം ധരിച്ചു ഭരതനും. താപേന ശത്രുഘ്നും മൃഗത്തോടുതൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പൊക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. ശ്രീരാമൻ രാജ്യം ഭരിച്ച് രാജാവായിട്ട് സുഖമായിട്ട് അയോധ്യയിൽ വാഴണമെന്നാണ് കൗസല്യ മാതാവ് ആഗ്രഹിച്ചത്. എന്നാൽ കൈകേയിയാണെങ്കിലോ ആഗ്രഹിച്ചത് ശ്രീരാമചന്ദ്രൻ വനവാസത്തിനായി കൊണ്ടുപോകണം എന്നുള്ളത്. രണ്ടുപേരും ശ്രീരാമന്റെ അമ്മമാര് തന്നെയാണ്. കൗസല്യ ശ്രീരാമനെ പ്രസവിച്ചു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൈകേയിയും തന്റെ മകന് തുല്യമായിട്ട് തന്നെ രാമനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ, അല്ലെങ്കിൽ ബഹുമാനം രാമനും കൈകേയിയോട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും രണ്ടമ്മമാർക്ക് ഒരേ മകന്റെ കാര്യത്തിൽ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു അഭിപ്രായവും ചിന്തകളും വന്നു. എന്തായിരിക്കാം അതിന് കാരണം എന്ന് പറയും. ഈ സംസാരത്തില് ജ്ഞാനശക്തിയും ക്രിയാശക്തിയും രണ്ടും കൂടി ഒന്നിച്ചു പോവുകയും ഏതെങ്കിലും ഒന്ന് എപ്പോഴും വിരുദ്ധമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. കൈകേയിക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് കിട്ടിയതായിരിക്കുന്ന ഒരു വരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോകേണ്ടതായിട്ട് വന്നത്. പൂർവകാലങ്ങളില് പൂർവജന്മങ്ങളില് നിക്ഷേപിച്ചു വെച്ചതായിരിക്കുന്ന വാസന, ആ വാസനയിൽ നിന്നുണ്ടായ ഫലങ്ങൾ
അതാത് ജന്മത്തിലെ ജീവന്റെ പിന്നാലെ ഇങ്ങനെ പ്രാരബ്ധമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറയും. അപ്പൊ അതിന് പൗരുഷമോ അല്ലെങ്കിൽ വീര്യമോ എന്തൊക്കെ ഉണ്ടായാലും ഇതിൽ നിന്ന് ഒരാൾക്കും വിട്ടുമാറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് രണ്ടമ്മമാര് അതിനു മുൻപ് വരെയും കൈകേയിയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ ഭരതന് തുല്യമാണ് രാമൻ എന്ന്. എന്നിട്ടും അവരുടെ അഭിപ്രായങ്ങൾ വൈരുദ്ധ്യങ്ങളായി വിഭിന്നങ്ങളായി വന്നതിന്റെ കാരണം ഇതാണ് എന്ന് പറയും. ജ്ഞാനശക്തി ഒരു ജീവനെ വേണ്ടതുപോലൊക്കെ അനുഗ്രഹിച്ചാലും ക്രിയാശക്തിയിലേക്ക് വരുമ്പോൾ അത്രമാത്രം അനുഗ്രഹം കിട്ടിയെന്ന് വരില്ല. കൗസല്യ മകനെ നന്നായിട്ട് അനുഗ്രഹിച്ചു വനത്തിലേക്ക് പോകാൻ ജീവിതത്തിലൊക്കെയും കൈകേയിക്ക് പക്ഷെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചു ദിവസം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അയോധ്യയിൽ നിന്ന് ആളുകള് ഭരതനും ഒക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന താമസം ശ്രമകരമായിട്ട് മാറി, ജീവിക്കാൻ പറ്റാതെ. ഇപ്പൊ സംസാര ക്ലേശത്തെ അകറ്റുന്നതിനുള്ള നിവൃത്തി മാർഗമായിട്ട് ബ്രഹ്മവിദ്യ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ഈ ക്ലേശങ്ങളൊക്കെ ഒന്ന് ലഘുവായിട്ട് മാറി എന്ന് പറയും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്ഷണനേരം കൊണ്ടുണ്ടായ ഒരു ദുസ്സംഗമാണ് ഈ പ്രശ്നങ്ങളൊക്കെയും ഇത്രയും ഗൗരവമുള്ളതാക്കി മാറ്റിയത്. കൈകേയി, കൗസല്യ, സുമിത്ര, ദശരഥൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവർ ഒന്നായിരുന്നു ഇന്നലെ വരെ. ഒരേ ചിന്തകളായിരുന്നു, ഒരേ മനസ്സായിരുന്നു, പ്രവർത്തികളായിരുന്നു, പരസ്പര സ്നേഹമുണ്ടായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു നിമിഷ നേരത്തില് പറ്റിയതായ ഒരു ദുസ്സംഗം. ആരണ്യകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയോധ്യാകാണ്ഡത്തിന് ശേഷം ജീവിതത്തില് ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ എല്ലാവരും ധർമ്മത്തെ കൈവിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ജീവിതം പ്രശ്നങ്ങളിൽ പെട്ടുപോകുമ്പോൾ ദുഷ്കരമായി മാറുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. പരമാത്മാവായിരിക്കുന്ന രാമന്റെയും അതുപോലെ ജീവാത്മാവായ ലക്ഷ്മണന്റെയും മധ്യത്തിലാണ് വിദ്യാ സ്വരൂപിണിയായ ബ്രഹ്മവിദ്യയായ സീത അങ്ങനെ യാത്ര തുടങ്ങിയത് അരണ്യകാണ്ഡത്തിലേക്ക് എത്തിയപ്പോഴും. ഈ അരണ്യകാണ്ഡത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ തടസ്സമായിട്ട് വന്നത് മുൻപില് വിരാധനാണ്. വിരാധനെ കണ്ടപ്പോ തന്നെ രാമലക്ഷ്മണന്മാരൊന്ന് ഭയന്നു. നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ തെങ്ങിടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൻ. നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്ത്രീ രത്നത്തെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ വിശപ്പിന് ഭക്ഷണമായിട്ട് ഇപ്പോൾ കഴിക്കുന്നതാവും എന്നാണ് വിരാധൻ പറഞ്ഞത് ശ്രീരാമചന്ദ്രനോട്. ശിരസെടുത്ത് മാറ്റിയതോട് കൂടിയിട്ട് ആ രാക്ഷസ രൂപത്തിൽ നിന്നൊരു ദിവ്യരൂപം പുറത്തേക്ക് വന്ന ഒരു ഗന്ധർവനായിട്ട് മാറി. ഗന്ധർവനായി മാറിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഭഗവാനെ സ്തുതിച്ചു. ആ ഗന്ധർവ രൂപം അങ്ങനെ സ്തുതിച്ചിട്ട് പറഞ്ഞത്, ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രി ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. അപ്പൊ ഞാൻ പണ്ട് ഒരു ഗന്ധർവനായിരുന്നു എന്നും ദുർവാസ മഹർഷിയുടെ ശാപം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ വന്നത്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ ശാപമോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഭഗവാന് വിരാധന് ആ ഒരു മോക്ഷം ലഭിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതായിരിക്കുന്ന അജ്ഞാനമാണ് വിരാധനായിട്ട് പറയാം. കാമത്തിന്റെ പ്രതീകം, ആസക്തി, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അത് ലഭിക്കുമ്പോൾ ഇനി ഒന്നിലേക്ക്, അത് കിട്ടിക്കഴിയുമ്പോൾ മറ്റൊന്നിലേക്ക്, ഇങ്ങനെ മാറി മാറിപ്പോകുന്ന നമ്മുടെ മനസ്സ് ആ കാമത്തെ, ആസക്തിയെ വിരാധൻ കാണിച്ചു തരികയാണ്. പരമാത്മാവും ജീവാത്മാവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും പോവുക ഈ ആസക്തിയിലേക്കാണ് എന്ന് പറയും. കഴിഞ്ഞ ജന്മത്തിൽ ഒരു സ്ത്രീയിൽ ആസക്തി ഉണ്ടായതിന്റെ പേരിലാണ് രാക്ഷസനായിട്ട് പിറക്കേണ്ടി വന്നത്.
പൂർവജന്മത്തിൽ താൻ ചെയ്തതായിരിക്കുന്ന കർമ്മം അല്ലെങ്കിൽ പൂർവജന്മത്തിൽ തനിക്കുണ്ടായ വാസന ഈ ജന്മത്തിലും മറന്നുപോയില്ല. ഈ ജന്മത്തിൽ അത് തന്നെ പിന്തുടർന്നു വന്നു. അതുകൊണ്ട് തന്നെ തന്റെ വധത്തിന് അല്ലെങ്കിൽ നാശത്തിന് കാരണമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ സാധിച്ചാല് മനസമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളതായിരിക്കുന്ന അജ്ഞാനം, അതാണ് വിരാധനായിട്ട് നമ്മെ കാണിച്ചു തരുന്നത് എന്ന് പറയും. കഥകളൊക്കെയും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അജ്ഞാനമാണ്, ആസക്തിയാണ് വിരാധൻ. അത് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ആദ്യത്തെ പ്രതിബന്ധമായിട്ട് വന്നു. ഇനി അങ്ങോട്ട് കിടക്കണതേ ഉള്ളൂ, ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. തുടക്കം മാത്രമേ ഉള്ളൂ. ജീവിതത്തിന്റെ തുടക്കം യൗവനത്തിലേക്ക് എത്തുന്ന സമയം. ആ യൗവന ദശയിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് ആഗ്രഹങ്ങൾ കൂടുതൽ ഒരാളുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രനാൽ ശാപമോക്ഷം കിട്ടിയതായ തുമ്പുരു എന്ന ഗന്ധർവൻ ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതിയുടെ അവസാനം ഭഗവാനോട് വിരാധൻ ആവശ്യപ്പെടുന്നത് അങ്ങയുടെ ഭക്തനായിട്ട് ജീവിക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം എനിക്ക് തന്നാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്? സന്തതമിനി ചരണാമുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. ഇതായിരിക്കണം നമ്മുടെ ഈ പ്രാർത്ഥന. ഇപ്പൊ വിദ്യാധരനായി പുനർജന്മം കിട്ടിയ ശാപമോക്ഷം കിട്ടിയ വിരാധൻ പ്രാർത്ഥിക്കുന്നത് ഒന്നു മാത്രമാണ് ഭഗവാനോട്. എന്റെ ശ്രോത്രങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങയുടെ കഥാശ്രവണം വേണം, എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് അങ്ങയെ നിരന്തരമായിട്ട് കാണാൻ കഴിയണം, എന്റെ കൈകൾ കൊണ്ട് എനിക്ക് അങ്ങയെ അർച്ചന ചെയ്യാൻ കഴിയണം. ഇതായിരുന്നു പ്രാർത്ഥന. മജ്ജന്മന ഫലമിതം മധുകൈഡഭാരി മൽപ്രാർത്ഥനീയ മദനുഗ്രഹ യേശയേവ ത്വൽഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ യതി മാം സ്മരലോകനാഥ. എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം നമുക്കൊക്കെയും? ഭഗവാന്റെ ഭക്തന്മാരുടെ ഭൃത്യന്റെ 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 ഭൃത്യനാവുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ തന്നെയാണ് ഏറ്റവും കേമനായ ഭക്തൻ എന്ന് വിചാരിച്ച നമ്മുടെ ഒക്കെ ജീവിതം. അപ്പൊ പിന്നെ ഒരാളുടെ ഭൃത്യവേല എന്ന് പറഞ്ഞാല് ദാസ്യനാവുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. മജ്ജന്മന ഫലമിതം മധുകയുടെ ഭാര്യ, എന്റെ ഈ ജന്മം കൊണ്ട് അല്ലയോ ഭഗവാനെ നീ എനിക്ക് തരേണ്ട അനുഗ്രഹം ഒന്ന് മാത്രമാണ് അങ്ങയുടെ ഭക്തന്റെ ദാസനായിട്ട്, ഭക്തന്റെ ദാസന്റെ 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 ദാസനായിട്ട് എങ്കിലും ഇരിക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം, അത് തരണമെന്നുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടായാല് ഒട്ടുമിക്ക നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സമാധാനക്കേടും ഒക്കെയും മാറാൻ കഴിയും. വിരാധനെ അനുഗ്രഹിച്ച് പിന്നീട് അവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെട്ട് വിരാധനെ അനുഗ്രഹിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, സന്തോഷമായിട്ട് നീ പോയിക്കൊള്ളുക. മുക്തനെ നീയെ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. അതിനുശേഷം അവർ യാത്ര ചെയ്ത് ശരഭംഗ മുനിയുടെ ആശ്രമത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ശരഭംഗ മഹർഷി കാലങ്ങളായിട്ട് ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ദർശനം കിട്ടുന്നതിനായിക്കൊണ്ട് കാത്ത് ഇരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ അയോധ്യയില് ദശരഥപുത്രനായിട്ട് ജന്മം എടുത്തിട്ടുണ്ട് എന്ന് അറിയുന്ന സമയത്ത് ശരഭംഗ മഹർഷിക്ക് ഏതാണ്ട് 3 ശ്വാസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുത്തു എന്നറിഞ്ഞപ്പോൾ ഭഗവാനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ആ 3 ശ്വാസത്തെ നിയന്ത്രിച്ച്
ഇത്രയും കാലം ശരഭംഗൻ ജീവിച്ചു എന്ന് പറയാം. അപ്പൊ ഈ ശ്വാസഗതി അങ്ങനെ നിശേഷമായിട്ട് നിരോധിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ ദർശനം ലഭിക്കുന്നത് വരെയും ഈ ശ്വാസത്തെ നിയന്ത്രിച്ച് നിർത്തിയത് കൊണ്ടാണ് ശരഭംഗൻ എന്നുള്ളതായ പേര് ലഭിച്ചത് എന്ന് പറയും. അത്രമാത്രം യോഗശക്തിയുള്ള ആളായിരുന്നു ശരഭംഗ മുനി. തന്നിലുള്ളതായിരിക്കുന്ന സർവ്വ ചൈതന്യത്തെയും ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശരഭംഗ മുനി ആ ശരീരത്തെ വിട്ട് അങ്ങനെ പരമമായിരിക്കുന്ന പദത്തെ പ്രാപിച്ചു. ഇപ്പൊ ശരഭംഗാശ്രമത്തിൽ അങ്ങനെ എത്തിയതായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് ധാരാളം മഹർഷിമാര് മുനിമാരൊക്കെയും അവിടെ വന്നു. അവിടെ വന്ന സമയത്ത് അവരൊക്കെയും ഭഗവാനെ അവരുടെ ആശ്രമങ്ങളിലേക്കൊക്കെ ക്ഷണിച്ചു. അതനുസരിച്ച് അവരുടെ കൂടെ ശ്രീരാമചന്ദ്രൻ പോയപ്പോഴാണ് കുറച്ച് ചെന്നപ്പോ ഒരു സ്ഥലത്ത് കുറേ അധികം അസ്ഥികൾ അങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു അവരോട് ഇത് എന്താണ് എന്ന്. മർത്യമസ്തകങ്ങളും അസ്ഥി കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിദ്രയുണ്ടാവാനോ തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം രാമഭദ്ര നീ കേൾക്ക് മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഈ ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ഇപ്പൊ തപശക്തി വേണ്ടത്ര ഇല്ലാത്തതായിരിക്കുന്ന മുനിമാരെയൊക്കെ കൊന്നു തിന്നതായിരിക്കുന്ന രാക്ഷസന്മാർ. അപ്പൊ ആ മുനിമാരുടെ അസ്ഥിയും തലയോടുകളും ഒക്കെയാണ് ഒരു സ്ഥലത്ത് അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടത്. ഇതിനെ കാണിച്ചു കൊടുത്തു മറ്റു മഹർഷിമാരൊക്കെ. എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ, രാക്ഷസന്മാരാൽ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. അവിടെ വെച്ച് ശ്രീരാമചന്ദ്രൻ ഒരു പ്രതിജ്ഞ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് മഹർഷിമാർക്ക്. ഈ രാക്ഷസ കൂട്ടങ്ങളെ എല്ലാം നിശേഷമായിട്ട് ഞാൻ അവസാനിപ്പിച്ച് തന്നെ തരുന്നുണ്ട് എന്നാണ് ഭഗവാൻ അവർക്ക് കൊടുത്ത വാഗ്ദാനം. അതനുസരിച്ച് പിന്നീട് ശരഭംഗ ആശ്രമത്തിന് ശേഷം മഹർഷിമാരുടെയൊക്കെ ആശ്രമങ്ങൾ സന്ദർശിച്ച് പിന്നീടാണ് സുധീഷ്ണാശ്രമ പ്രവേശത്തിലേക്ക് വരിക. സുധീഷ്ണ മഹാമുനിയുടെ ആശ്രമത്തിലെത്തുകയും ഭഗവാൻ അവിടെ ആ മഹർഷിയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിയുന്നതായിരിക്കുന്ന ഭാഗങ്ങളും പിന്നീട് സുധീഷ്ണ സ്തുതിയൊക്കെയാണ് അടുത്തതായിരിക്കുന്ന ഭാഗത്തിലൊക്കെ പറയും. ഇപ്പൊ ദണ്ഡകാരണ്യമാകുന്ന സംസാരവനത്തിലേക്ക് പ്രവേശിച്ച ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഒക്കെ പ്രാരബ്ധങ്ങൾ തനിക്ക് വന്നുപെട്ടതായിരിക്കുന്ന ഓരോരോ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ പോവുകയാണ് ഇനി അങ്ങോട്ടുള്ളതായിരിക്കുന്ന ദിവസങ്ങളിലും. അപ്പൊ ദണ്ഡകാരണ്യത്തിലെ രാക്ഷസന്മാരുടെ ശല്യം ഒഴിവാക്കി കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തതായിരിക്കുന്ന സമയത്ത് സീതാദേവിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യന് പ്രധാനമായിട്ട് 3 തരത്തിലുള്ളതായിരിക്കുന്ന പ്രവൃത്തികളാണ് സ്വതവേ ചെയ്യുക എന്ന് പറയും. ഒന്ന് കള്ളം പറയുക, മറ്റൊന്ന് പരസ്ത്രീകളെ അപഹരിക്കുക, ഇനി മൂന്നാമത് ഉള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് തനിക്ക് യാതൊരു ശത്രുതയും ഇല്ലാത്തതായിരിക്കുന്ന ആളുകളെ ദ്രോഹിക്കുക. ഇത് 3 മനുഷ്യര് സ്വതവേ നിരന്തരമായി ചെയ്യുന്ന 3 പാപങ്ങളാണ്. അപ്പൊ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തെ അല്ലെങ്കിൽ ധർമാനുസരണം ജീവിക്കുന്ന ആളാണ്. തന്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ചെയ്ത് ധർമാധിഷ്ഠിതമായി ജീവിക്കുന്ന ആളാണ് എങ്കിൽ പോലും ഹിംസയിലേക്ക് വഴുതി വീഴുമോ എന്ന് സീതാദേവിക്ക് ഒരു ഭയമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ശ്രീരാമചന്ദ്രന് കളങ്കമായിട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ദേവി പറഞ്ഞു എന്നാണ് പറയാ. ധർമാദത്ത പ്രഭവതി ധർമാൻ പ്രഭവതേ സുഖം ധർമ്മേണ ലഭതേ സർവം ധർമ്മസാരമിതം ജഗത്. ധർമ്മം കൊണ്ട് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല. അർത്ഥം ലഭിക്കുന്നതും കാമം ലഭിക്കുന്നതും സുഖം ലഭിക്കുന്നതും എല്ലാം ധർമ്മം കൊണ്ടാണ്. ധർമാലഭതേ സർവം, എന്തും ഇഷ്ടാനുസരണം ധർമ്മം കൊണ്ട് ലഭിക്കും. അതുകൊണ്ട് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായാണ്. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ ചെയ്ത പ്രതിജ്ഞ അത്ര ശരിയായൊന്നുമില്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ കൊല്ലാമെന്ന് പറഞ്ഞ രാക്ഷസന്മാർ അങ്ങേക്ക് നേരിട്ട് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ തനിക്ക് നേരിട്ട് യാതൊരു ഉപദ്രവവും ചെയ്യാത്തതായിരിക്കുന്ന നിരപരാധികളായ ആൾക്കാരെ വധിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് മോശമാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കുന്ന
കാര്യമാണ് സീതാദേവി പറഞ്ഞത്. അതിനൊരു ഉദാഹരണം കൂടെ ദേവി പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുക. പണ്ട് ഒരു മഹർഷി ഇതുപോലെ ഭയങ്കരമായിട്ട് തപസ്സൊക്കെ അനുഷ്ഠിച്ചു. ഈ തപസ് അനുഷ്ഠിച്ച് ഇന്ദ്രനെ സംബന്ധിച്ച് ആര് തപസ് ചെയ്താലും ഇന്ദ്രന് വല്ലാത്ത ഒരു വപ്രാണമാണ്. അപ്പൊ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഈ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആര് തപസ് അനുഷ്ഠിച്ചാലും അതിനെ പോയി മുടക്കും ഇന്ദ്രൻ. അപ്പൊ ഈ മഹർഷി ചെയ്ത തപസ്സിനെ മുടക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ ഇന്ദ്രൻ പ്രയോഗിക്കുന്ന ഒരു മാർഗമൊന്നുമല്ല ഇപ്പോഴെടുത്തത്. സാധാരണ ഇന്ദ്രൻ ചെയ്യുന്നത് രംഭയെയോ മേനകയെയോ തിലോത്തമ തുടങ്ങിയതായിരിക്കുന്ന അപ്സര സ്ത്രീകളെയൊക്കെ അയച്ച് അവരെ കൊണ്ടാണ് തപസ് മുടക്കിക്കുന്നതെങ്കിൽ ഇത്തവണ പുതിയൊരളവാണ് ഇന്ദ്രൻ എടുത്തതെന്ന് പറയാം. ഇന്ദ്രൻ അവിടെ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് നല്ല മൂർച്ചയുള്ളതായിരിക്കുന്ന ഒരു വാള് കൊടുത്തു. എന്നിട്ട് ഈ വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് സൂക്ഷിച്ചു വെക്കണേ ഇവിടെ കുറച്ച് നാള്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും, കുറെ കാലം കഴിഞ്ഞിട്ട് വരും, അപ്പൊ ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. എന്തായാലും മഹർഷി ഈ മൂർച്ചയുള്ള വാൾ അവിടെ മേടിച്ച് ഭദ്രമായിട്ടൊക്കെ വെച്ചു. ഒരാളെ ഏൽപ്പിക്കാൻ തന്നതായതുകൊണ്ട് അത് സൂക്ഷിക്കണമല്ലോ, അപ്പൊ അങ്ങനെ വെച്ചു. കുറച്ചു ദിവസം ഇതിനെയൊന്നും ശ്രദ്ധിച്ചില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മഹർഷിയുടെ കണ്ണുകൾ അറിയാതെ തന്നെ സമീപം വെച്ചിരിക്കുന്ന ഈ വാളിലേക്ക് പെട്ടു. അപ്പൊ ഈ വാളൊന്ന് കയ്യിലെടുത്ത് അതിന്റെ മൂർച്ചയൊക്കെ ഒന്ന് നോക്കാൻ തോന്നി. അതങ്ങനെ കയ്യിലെടുത്ത് ആശ്രമത്തിന് പുറത്തിറങ്ങി കുറച്ചൊക്കെ നടന്നപ്പോ ഈ വാളിന്റെ മൂർച്ചയും അതിന്റെ ഭംഗിയൊക്കെ കണ്ട് വെറുതെ ഒന്നിങ്ങനെ വീശി. വെറുതെ ആ വാള കൈ വീശിയപ്പോഴടുത്ത് നിന്ന് ചെടി അങ്ങനെ മുറിഞ്ഞു വീണു. അപ്പൊ നല്ല രസം തോന്നി. പിന്നെ അടുത്ത് നിന്ന് മരങ്ങളും മറ്റ് ചെടികളും ഒക്കെ അങ്ങനെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി. അതിനുശേഷം അത് മാനിനെയും മൃഗങ്ങളെയും ഒക്കെയായി ഈ വാളിന്റെ മൂർച്ചയിൽ ആകൃഷ്ടനായി പിന്നീട് മനുഷ്യനെ വരെ ഒന്ന് ഒരു രാക്ഷസീയ ഭാവത്തിലേക്ക് ആ മഹർഷി ആ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആളും നേടിയ പുണ്യങ്ങളൊക്കെ തപസ്സും ഒക്കെ നഷ്ടപ്പെട്ടു. ഇന്ദ്രന് തന്റെ കാര്യവും സാധിച്ചു. ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ കാര്യവും. എത്രയൊക്കെ ആത്മനിയന്ത്രണം പാലിച്ചാലും തനിക്ക് യാതൊരു ശല്യവും ചെയ്യാത്ത അല്ലെങ്കിൽ തനിക്ക് നേരിട്ട് ഉപദ്രവമില്ലാത്ത ഒരാളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിലേക്ക് വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ധർമ്മമൊക്കെ ചിലപ്പോഴ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതായിരിക്കുന്ന ഒരു ഉദാഹരണമൊക്കെ സീതാദേവി പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഭർത്താവിന്റെ ആ തീരുമാനത്തില് തനിക്ക് ഇഷ്ടം തോന്നാതിരുന്നപ്പോ അതിനെ ഒന്ന് സൂചിപ്പിച്ച് അതൊക്കെ ശരി തന്നെ. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ഞാന് ആശ്രിത രക്ഷണമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് എന്നെ ആശ്രയിക്കുന്നതായിരിക്കുന്ന ആളുകളെ ഞാൻ ഏത് വിധേനയും രക്ഷിക്കുക തന്നെ ചെയ്യും. അതിനിത്തിരി ധർമ്മത്തിന് ചുതി സംഭവിച്ചാലും അത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. സാധുക്കളായിരിക്കുന്ന ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അതില് ഒന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ധർമ്മം എപ്പോൾ വേണമെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അതിനൊക്കെയും ഭംഗം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ദണ്ഡകാരണത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ ഈശ്വരനെ കൂടെ നിർത്താൻ സാധിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് സുധീഷ്ണാശ്രമത്തിലും സുധീഷ്ണ സ്തുതിയും മറ്റ് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് നാളെ പാരായണ ഭാഗങ്ങളിലൊക്കെയും വരിക. ഭഗവാന്റെ അനുഗ്രഹം, ആ ഒരു സമാധാനം എല്ലാവർക്കും, ലോകത്ത് സമാധാനം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നുള്ള ഭാഗങ്ങളെ നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. നാളെ ഭഗവാന്റെ പദങ്ങളിൽ ആ ഒരു സ്മരണയോടുകൂടി നാളെയും വന്ന് കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീഹരേ നമഃ.